ഹായ്, ഞാൻ ഡോക്ടർ ഐശ്വര്യ എം.ഒ. നാസ് ക്ലിനിക് മുക്കം കോഴിക്കോട്. വളരെ ചെറിയ കുട്ടികളിൽ തന്നെ കണ്ടുവരുന്ന ഒരു കോമൺ സ്കിൻ കണ്ടീഷനാണ് ഡ്രൈ സ്കിൻ അല്ലെങ്കിൽ വരണ്ട ചർമ്മം. നമ്മുടെ കുട്ടികളുടെ അല്ലെങ്കിൽ വളരെ ചെറിയ മക്കളുടെ ഒക്കെ സ്കിൻ എന്ന് പറയുന്നത് ഭയങ്കര സെൻസിറ്റീവും ഡെലിക്കേറ്റും ആയിരിക്കും. ജനിച്ച ഉടനെ കാണുന്ന ഈ ഡ്രൈ സ്കിന്ന് കുറച്ച് കഴിയുമ്പോൾ അത് നോർമൽ സ്കിന്നായി മാറാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലവർക്ക് ജനറ്റിക് ആയിട്ടോ ഫെമിലിയൽ ആയിട്ടോ ഒക്കെ ഈ ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ അത് കുറച്ച് കാലം കൂടി ഇത് നീണ്ടു നിൽക്കുന്നതായി കാണാം. ശരീരത്തിൽ വെള്ളത്തിൻ്റെ അംശം കുറയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഡീഹൈഡ്രേഷനിൽ നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആയി മാറുന്നത്. കൂടാതെ സമ്മർ സീസണിലും വിൻ്റർ സീസണിലൊക്കെ നമ്മുടെ ക്ലൈമറ്റ് കുറച്ചും കൂടി ഡ്രൈ ആയിരിക്കും. ആ ടൈമിലും ഈ ഡ്രൈനെസ് കൂടുതലായിട്ട് കണ്ടുവരാറുണ്ട്. കൂടുതലായിട്ട് കുട്ടികളെ കുളിപ്പിക്കുന്നതും കുറേ ടൈം എടുത്ത് കുളിപ്പിക്കുന്നതും അല്ലെങ്കിൽ ഹാർഷ് ആയിട്ടുള്ള സോപ്പൊക്കെ ഉപയോഗിക്കുന്നത് മൂലം കുട്ടികളുടെ ശരീരത്തിലെ വാട്ടർ കണ്ടന്റ് പോവാൻ സാധ്യത കൂടുതലാണ്. കുട്ടികളിലെ ഡ്രൈ സ്കിൻ മാറാനും കുട്ടികളിൽ ആ ഈർപ്പം നിലനിർത്താനും വേണ്ടിയിട്ട് നമുക്ക് കുട്ടികളെ കുളിപ്പിക്കുന്നതിൻ്റെ മുന്നേ തന്നെ കോക്കനട്ട് ഓയിലോ ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ ഒലീവ് ഓയിലൊക്കെ വെച്ച് മസാജ് ചെയ്തതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൈൽഡായിട്ട് സോപ്പ് ഉപയോഗിച്ച് കഴുകിക്കളയാൻ ശ്രദ്ധിക്കും. ഡ്രൈ സ്കിന്നുള്ള കുട്ടികൾക്ക് തീർച്ചയായും കുളിച്ചതിന് ശേഷം വിത്തിൻ 3 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ബേബി ലോഷൻസൊക്കെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഹോമിയോപ്പതിയിലും ബേബി ലോഷൻസൊക്കെ അവൈലബിൾ ആണ്. കൂടാതെ ഈ സമ്മർ സീസൺ ആകുമ്പോൾ കുട്ടികൾക്ക് നല്ല ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സുകൾ തന്നെ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. 6 മാസം കഴിഞ്ഞ കുട്ടികളാണെങ്കിൽ നമുക്ക് അവർക്ക് ധാരാളമായിട്ട് വെള്ളം കൊടുക്കാം. ഇല്ലെങ്കിൽ നല്ല പോഷകസമ്പുഷ്ടമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ സ്കിന്നിന് കുറച്ചും കൂടി നല്ലതാണ്. കൂടാതെ ഫീഡിംഗ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നന്നായിട്ട് ഫീഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിലുള്ള ന്യൂട്രിയൻസും ഫാറ്റി ആസിഡ്സൊക്കെ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സൊക്കെ കുട്ടികളുടെ സ്കിൻ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും അവരുടെ ഡ്രൈനെസ് കുറയ്ക്കാനൊക്കെ നന്നായി സഹായിക്കും. കൂടാതെ ഇപ്പോൾ സോളിഡ് ഫുഡൊക്കെ കഴിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ ഭക്ഷണത്തിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഫാറ്റി ഫിഷുകൾ അല്ലെങ്കിൽ വാൾനട്ട്സ് ഒക്കെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. മുതിർന്നവർക്കാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലും നമുക്ക് ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാം. കൂടാതെ അവർ ലോഷൻസോ സെറോ ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഹൈലൂറോണിക് ആസിഡും കൂടി അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റുകളും സെലക്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ചില കുട്ടികൾക്ക് ഈ ഡ്രൈനെസ് കൂടിയിട്ട് കൂടുതലായിട്ട് വിണ്ട് കീറാനും അല്ലെങ്കിൽ നല്ല ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും. അങ്ങനെ സിവിയർ ആയി മാറുന്ന കേസുകൾ നമുക്ക് ഹോമിയോപ്പത്തിക് മെഡിസിൻ വെച്ചിട്ട് നല്ല രീതിയിൽ മാനേജ് ചെയ്യാം.